സ്കൂളൊക്കെ തുറക്കാൻ പോവല്ലേ. നമ്മുടെ പാറക്കുട്ടിക്കും അമ്മുക്കുട്ടിക്കും യൂണിഫോം എടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ വൈറ്റ്ലയിലുള്ള മെട്രോടെക്സിലാണ് വന്നിരിക്കുന്നത്. ആദ്യം അവിടെ നിന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. റെഡിമെയ്ഡ് ഉണ്ടെങ്കിൽ നമുക്ക് റെഡിമെയ്ഡ് എടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ അളവെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യിപ്പിക്കണം കേട്ടോ. അപ്പോൾ ഇതേ അമ്മുക്കുട്ടിയുടെ കാലിലൊക്കെ ചെളിയായി ഗേസ്, മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പപ്പ ഓഫീസിൽ നിന്ന് വന്ന് ഉടനെ തന്നെ നമ്മൾ ഇറങ്ങിയതാണ്. ഇപ്പോഴെങ്കിലും കൊടുത്തില്ലെങ്കിൽ തയ്ക്കാനാണെന്നുണ്ടെങ്കിൽ കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു അവിടെ വെയിറ്റ് ചെയ്തോളൂ, അവർ വരാം, റെഡിമെയ്ഡ് ഇല്ല, അളവെടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മളവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴാണ് അവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ടിഫിൻ ബോക്സുകൾ കണ്ടത് കേട്ടോ. എന്നാൽ പിന്നെ അതെല്ലാം ഒന്ന് നോക്കിയേക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു ഗൈസ്. 900 റേഞ്ച് ആയിരുന്നു കേട്ടോ കൂടുതലും ഉള്ളത്. ഒരു 500 ബിലോ ഉള്ളതൊന്നും ഞാൻ കണ്ടേ ഇല്ല ഗൈസ്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെയാണോ? എല്ലാത്തിനും റേറ്റ് ആണോ? എന്തായാലും ഇത്തവണ ടിഫിൻ ബോക്സ് വാങ്ങുമോ എന്നുള്ളതിൻ്റെ കാര്യം ഒരു ഡൗട്ടാണ് കേട്ടോ. ഈ അമ്മുക്കുട്ടിയുടെ കയ്യിലിരിക്കുന്ന ഒരു വാട്ടർ ബോട്ടിലില്ലേ, അത് അമ്മുക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ എല്ലാത്തിനും നല്ല റേറ്റാണ് ഗൈസ്. 500 to 900 ഒക്കെ റേഞ്ചാണ് കേട്ടോ. എല്ലാത്തിനും നല്ല റേറ്റ് ആയത് കാരണം നമ്മൾ ഇപ്പം തൽക്കാലം എന്തായാലും വാങ്ങുന്നില്ലെന്ന് വിചാരിച്ചു. പിന്നെ ടിഫിൻ ബോക്സ് ഉണ്ട് കേട്ടോ. അത് ആക്ച്വലി കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയത് ഒട്ടും കേടായിട്ടൊന്നുമില്ല, നന്നായിട്ട് തന്നെ ഇരിക്കുകയാണ്. അതുകൊണ്ട് ടിഫിൻ ബോക്സ് വാങ്ങുന്ന കാര്യത്തിൽ സംശയമാണ്. വാട്ടർ ബോട്ടിൽ എന്തായാലും വാങ്ങണം കേട്ടോ. അങ്ങനെ പാറക്കുട്ടിയുടെ അളവൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. റെഡിമെയ്ഡ് ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ പാറക്കുട്ടിയുടെ അളവെടുത്ത് കഴിഞ്ഞപ്പം പാറക്കുട്ടിക്ക് കുട നോക്കണമെന്നും പറഞ്ഞ് വന്നതാണ് കേട്ടോ. പാറക്കുട്ടിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു കുട വാങ്ങി കൊടുത്തായിരുന്നു. അതുകൊണ്ട് ഇത്തവണ കുട അങ്ങനെ അധികം ആവശ്യം വരത്തില്ല. നമ്മൾ സ്കൂളിൽ കൊണ്ടുവിടുന്നു, വിളിച്ചുകൊണ്ട് വരുന്നു. അപ്പോൾ കുട എടുക്കേണ്ട ആവശ്യം അങ്ങനെ വരാറില്ല കേട്ടോ. എന്നാലും പിള്ളേർക്കൊരു കൗതുകമാണല്ലോ കുട കാണുമ്പോൾ. അങ്ങനെ പാറക്കുട്ടി ഒരു വെറൈറ്റി കുടയൊക്കെ കണ്ടുപിടിച്ചു. ഇത് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട് കേട്ടോ. പാറക്കുട്ടി ആദ്യമായിട്ടായിരുന്നു ഇങ്ങനത്തെ കുട കാണുന്നത്. അമ്മുക്കുട്ടി അവിടെ ഒന്ന് പോയി ആ കുട വേണം, ഈ കുട വേണം എന്നൊക്കെ പറഞ്ഞ് എടുക്കുന്നുണ്ട് കേട്ടോ. കൊളംബോ അംബ്രല്ലാസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാലേ നമ്മൾ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഒന്നും തുടങ്ങിയിട്ടില്ല. ടെക്സ്റ്റ് ബുക്ക് വാങ്ങി, നോട്ട്ബുക്കും വാങ്ങി. അത് സ്കൂളിൽ നിന്ന് തന്നെയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് പാറുകുട്ടി എനിക്ക് ഈ ഒരു വാട്ടർ ബോട്ടിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടമ്മയെന്നും പറഞ്ഞിട്ട് എടുത്തിട്ട് വന്നതാണ് കേട്ടോ. റേറ്റ് നോക്കിയപ്പോൾ 900 റുപ്പീസ്. ഞാൻ പറഞ്ഞു എന്തായാലും വാങ്ങി തരത്തില്ല. കാരണം എന്താണെന്നറിയാമോ, കഴിഞ്ഞ പ്രാവശ്യം 4 വാട്ടർ ബോട്ടിലാണ് പാറുകുട്ടി കൊണ്ട് കളഞ്ഞത്. പാറുകുട്ടി മാത്രമല്ല അമ്മുക്കുട്ടിയും. നമ്മുടെ ഈ പല സ്ഥലത്ത് പോയിട്ടില്ലേ, എങ്ങനെയൊക്കെയോ മിസ്സായതാണ് കേട്ടോ. അങ്ങനെ എന്തായാലും വാട്ടർ ബോട്ടിലും ഒന്നും വാങ്ങിയില്ല. ഇനിയിപ്പോൾ ഷോപ്പിംഗ് ഒക്കെ പതുക്കെ തുടങ്ങണം. ഒരുപാട് കാര്യങ്ങളൊന്നും വാങ്ങാനില്ല. അമ്മുക്കുട്ടിക്ക് ബാഗ് ഉണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷത്തെ ബാഗ് ഒരു കുഴപ്പമില്ലാതിരിപ്പുണ്ട്. അതുകൊണ്ട് ചിലപ്പം ബാഗ് വാങ്ങാൻ സാധ്യതയില്ല. ഇനി അറിയില്ല, ചിലപ്പോൾ വാങ്ങാൻ പോകുമ്പോൾ നല്ലത് കാണുമ്പോൾ ചിലപ്പോൾ വാങ്ങുമായിരിക്കും. എന്തായാലും ഷോപ്പിംഗ് തുടങ്ങിയില്ല. തുടങ്ങി കഴിയുമ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഇടാം കേട്ടോ. അമ്മുക്കുട്ടിയുടെ അളവ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അമ്മുക്കുട്ടിക്ക് 2 ജോഡിയും പാറുക്കുട്ടിക്ക് 2 ഷർട്ടും 1 പിന്നഫോറുമാണ് തയ്ച്ചത് കേട്ടോ. ഈശ്വര, യൂണിഫോമിനൊക്കെ എന്താ വിലയെന്നറിയാമോ? നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ്? ഇവിടെയൊക്കെ ഭയങ്കര റേറ്റാണ് കേട്ടോ. സ്റ്റിച്ചിങ്ങിനൊക്കെ തന്നെ നല്ല റേറ്റാണ്. അറൗണ്ട് 6000-നും 7000-നും ഇടയ്ക്കെങ്ങാണ്ടായി കേട്ടോ. 2 പേർ കൂടെ യൂണിഫോം എടുത്തപ്പോൾ. പാറുകുട്ടിക്കാണെങ്കിൽ 1 പിന്നഫോറേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും ആ ഒരു റേറ്റൊക്കെ ആയിട്ടുണ്ട്. ആ ഒരു റേറ്റൊക്കെ ആവും. നമ്മൾ സ്കൂളിൽ നിന്ന് തയ്പ്പിക്കുമ്പം പക്ഷേ ഇത്ര ആവില്ല കേട്ടോ. സ്കൂളിലത്തേത് റേറ്റ് കുറച്ചുകൂടെ കുറവാണ്. പക്ഷെ അവിടെ കിട്ടാനായിട്ട് ഭയങ്കര താമസമാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അമ്മുക്കുട്ടിക്ക് ഒരു മോഹം, ഒരു മെഷറിംഗ് ടേപ്പ് വെച്ചിട്ട് അളവെടുക്കണമെന്ന്. അപ്പോൾ അളവൊക്കെ എടുത്തു. നമ്മൾ ബില്ലൊക്കെ സെറ്റിൽ ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ടാറ്റാ.